ഹലോ! ഇത് നമ്മുടെ തനിക്കുട്ടനാണേ. തനിക്കുട്ടൻ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുവാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഉണർന്നിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നത്, കുഞ്ഞിന് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. കുഞ്ഞിൻ്റെ കാലിനൊരു ചെറിയ വളവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ അടിക്കണ്ടാന്ന് വിചാരിച്ച് ഞാൻ 1, 2 പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തോയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ വൈറ്റമിൻ D3 ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. വൈറ്റമിൻ D3 ചെക്ക് ചെയ്ത ടൈമിൽ ഇവന് കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ D3 കുറവുള്ള കുട്ടികൾക്ക് ഇത് സാധാരണയാണ്. അതുമല്ല, ചില കുട്ടികൾക്ക് ഇത് സാധാരണയായി കാണുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 അല്ല, ഒരു 2.5, 3 വയസ്സാവുമ്പോൾ പൊക്കം വയ്ക്കുന്നതനുസരിച്ച് ഇത് മാറിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് കാലിന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. വൈറ്റമിൻ D3 ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇത് കാലിൻ്റെ വളവുള്ളതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ ഇങ്ങനെ ഉഴിഞ്ഞു വിടാറുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയാസോ ടിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കും കൂടെ ഒന്ന് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.